ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 8 കാർബണിക രസതന്ത്രം ഓർഗാനിക് കെമിസ്ട്രിയാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ അതിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് പൂരിത ഹൈഡ്രോ കാർബണുകളെ പറ്റിയാണ് നോക്കുന്നത്. അനലൈസ് ദി സ്ട്രക്ചർ ഓഫ് ദി ഗിവൻ ഹൈഡ്രോ കാർബൺ ആൻഡ് റൈറ്റ് ഹിസ് മോളിക്കുലർ ഫോർമുല. ചുവടെ നൽകിയിരിക്കുന്ന ഹൈഡ്രോ കാർബണിന്റെ ഘടന വിശകലനം ചെയ്ത് തന്മാത്ര സൂത്രം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? മീഥേന്. അപ്പോൾ മോളിക്കുലർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്ര സൂത്രം എങ്ങനെ എഴുതുന്നത്? എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ടോ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. കാർബൺ എത്രയാണ്? C1. അപ്പോൾ C എന്ന് മതി. ഹൈഡ്രജൻ എത്ര എണ്ണമാണ്? 1 2 3 4. ഹൈഡ്രജൻ 4. അപ്പോൾ ഹൈഡ്രജൻ 4 CH4. ഇതാണ് ഇതിൻ്റെ തന്മാത്ര സൂത്രം, മോളിക്കുലർ ഫോർമുല. ഇതിലെ സഹസംയോജക ബന്ധനം ഏതാണ്? വാട്ട് ടൈപ്പ് ഓഫ് കോവാലന്റ് ബോണ്ട് ഇൻ ദിസ് കോമ്പൗണ്ട്? ഹൈഡ്രജനും കാർബണുമായിട്ട് എന്ത് ബോണ്ടാണ്? സിംഗിൾ ബോണ്ടാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ബോണ്ട് എങ്ങനെയാണ്? ഏകബന്ധനമാണ്, സിംഗിൾ ബോണ്ടാണ്. The structure of another hydrocarbon with two carbon atoms having only a single bond between them is illustrated. ഒരു ഹൈഡ്രോകാർബൺ ആണ് ഈ തന്നിരിക്കുന്നത്. അതിൽ 2 കാർബൺ ആറ്റം ഉണ്ട്. അതിന് ചുറ്റിനും ഹൈഡ്രജൻസ് സിംഗിൾ ബോണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 2 കാർബൺ ആറ്റങ്ങൾ ഉള്ളതും ഏകബന്ധനം മാത്രമുള്ളവരും മറ്റൊരു ഹൈഡ്രോകാർബന്റെ ഘടനയാണ് ഇതിൽ തന്നിരിക്കുന്നത്. ഈ സംയുക്തത്തിന്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെ വരും? എത്ര കാർബൺ ഉണ്ട്? C2, ഹൈഡ്രജൻ 1 2 3 4 5 6 H6. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല തന്മാത്ര സൂത്രം എത്രയാണ്? C2H6 എന്ന് വരും. C2H6 ആണ് ഈ സംയുക്തത്തിൻ്റെ, ഈ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല, തന്മാത്ര സൂത്രം എന്ന് പറയുന്നത്. ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട് ക്യാൻ ഓൾസോ ബി റെപ്രസെൻറ്റഡ് ആസ് CH3 സിംഗിൾ ബോണ്ട് CH3. ഈ സംയുക്തത്തിൻ്റെ ഘടനാവാക്യം നമുക്ക് CH3 എന്ന് ചുരുക്കിയും എഴുതാം. Such a representation is known as condensed formula. ഇങ്ങനെ ചുരുക്കി ഇങ്ങനെ എഴുതുന്ന രീതിയാണ് കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത്. Let us write the structure and condensed formula and molecular formula of these types of hydrocarbons including more carbon atoms. അപ്പോൾ കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉൾപ്പെടുത്തി ഇത്തരത്തിലുള്ള ഹൈഡ്രോ കാർബണുകളുടെ ഘടന, കണ്ടൻസ്ഡ് ഫോർമുല, തന്മാത്ര സൂത്രം എന്നിവ എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് ഈ പട്ടിക പൂർത്തിയാക്കി നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്താണ്? ഒരു കാർബൺ ആറ്റം മാത്രമുള്ളത് ഘടന എങ്ങനെ വരും? സ്ട്രക്ചർ ഓഫ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ ആദ്യത്തെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഒന്നേ ഉള്ളൂ. സ്ട്രക്ചർ ഓഫ് ഹൈഡ്രോ കാർബൺ CH സിംഗിൾ ബോണ്ടാണ്. കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ വരും? ഒരു കാർബണും ചുറ്റും എത്ര ഹൈഡ്രജനാ? 4 ഹൈഡ്രജൻ. അപ്പോൾ CH4. മോളിക്കുലർ ഫോർമുലയും സെയിം തന്നെയാണ്. ഫിസിക്കൽ സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ, സാധാരണ താപനിലയിലെ ഭൗതികാവസ്ഥ വാതകമാണ്, ഗ്യാസ് ആണ്. തന്മാത്ര സൂത്രം CH4, കണ്ടൻസ്ഡ് ഫോർമുല CH4. 2 കാർബൺ ആറ്റം ഉള്ളത്. സ്ട്രക്ചർ എങ്ങനെ വരും? സിംഗിൾ ബോണ്ട് C, ചുറ്റിനും ഹൈഡ്രജൻ. നോക്കൂ, അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല CH3 സിംഗിൾ ബോണ്ട് CH3. അതിൻ്റെ മോളിക്കുലർ ഫോർമുല തന്മാത്ര സൂത്രം C2H6. അതിൻ്റെ സാധാരണ താപനിലയിലുള്ള ഭൗതികാവസ്ഥ ഗ്യാസ്, വാതകമാണ്. ഫിസിക്കൽ സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി 3 കാർബൺ ആറ്റം ഉള്ളതിൻ്റെ ഘടന നോക്കൂ. സ്ട്രക്ചർ എങ്ങനെയാ? C സിംഗിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് C. എന്നിട്ട് അതിന് ചുറ്റും ഹൈഡ്രജൻ്റെ എണ്ണം കൊടുക്കുക. ഇതെങ്ങനെ എഴുതുന്നത്? ഒരു കാർബൺ 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് ഇതിനകത്ത് നോക്കേണ്ടത്. അപ്പോൾ ഈ കാർബൺ എടുത്താൽ 1 2 3 4. നടുക്കത്തെ കാർബൺ എടുത്താലും 1 2 3 4. മൂന്നാമത്തെ കാർബൺ എടുത്താലും 1 2 3 4. അപ്പോൾ ഒരു കാർബൺ 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്ത് വേണം നമ്മൾ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ വരും? ആദ്യം കാർബൺ മാത്രം എഴുതുക. C സിംഗിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് C. എന്നിട്ട് നോക്കുക, ഓരോ കാർബണിലും അതിന് ചുറ്റും എത്ര ഹൈഡ്രജൻ ഉണ്ട്. ഈ കാർബണിന് ചുറ്റും എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 2 3. അപ്പോൾ H3. ഈ കാർബണോ 1 2, മേളിലും താഴെയായിട്ട് 2 ഹൈഡ്രജൻ ആറ്റമാണ് അതിന് ചുറ്റുമുള്ളത്. അപ്പോൾ H2. അവസാനത്തെ കാർബണോ 1 2 3. അപ്പോൾ H3. അപ്പം എങ്ങനെയാണ് വരുന്നത്? CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. അപ്പം അതിൻ്റെ തന്മാത്ര സൂത്രം മൊത്തത്തിൽ എത്ര കാർബണാണ്? 3 കാർബൺ. അപ്പോൾ C3 ഹൈഡ്രജൻ മൊത്തത്തിൽ 8 എണ്ണം H8. അത് സാധാരണ താപനിലയിലെ ഭൗതികാവസ്ഥ എന്ന് പറയുന്നത് വാതകമാണ്. ഇനി അടുത്ത 4 കാർബൺ ആറ്റം ഉള്ളത് എങ്ങനെ വരിക്കും? നമുക്ക് നോക്കാം. അതിൻ്റെ
അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത് CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3 ആണ്. അപ്പോൾ ഓരോ കാർബണിന് ചുറ്റും എത്ര ഹൈഡ്രജൻ വരുമെന്ന് ഇത് നോക്കി മനസ്സിലാക്കാമല്ലോ. ഈ കാർബണിന് ചുറ്റും എത്ര ആണോ 3, ഈ കാർബണിന് ചുറ്റും 2, ഈ കാർബണിന് ചുറ്റും മൂന്നാമത്തെ കാർബണിന് ചുറ്റും 2, നാലാമത്തെ കാർബണിന് ചുറ്റും 3 കാർബൺ. അങ്ങനെയാണ് അതിൻ്റെ ഘടന സ്ട്രക്ചർ ഓഫ് ഹൈഡ്രോകാർബൺ വരുന്നത്. അപ്പോൾ അതിൻ്റെ മോളിക്കുലർ ഫോമിൽ എത്രയാണ് വരുന്നത്? C4 4 കാർബൺ, ഹൈഡ്രജനോ 3 6 10 H10. അപ്പോൾ അതിൻ്റെ ഘടന നോക്കാം. കാർബണുള്ള ഹൈഡ്രോകാർബണിൻ്റെ ഘടനയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 4 കാർബൺ ഇച്ചിരി അകത്തി വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഒരു കാർബൺ 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഈ കാർബണിൻ്റെ ഇടയ്ക്ക് ഓരോ സിംഗിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക. ഇത് സാച്ചുറേറ്റഡ് കാർബൺ ആയിട്ട് സിംഗിൾ ബോണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സിംഗിൾ ബോണ്ട് മാത്രമേ, ഏകബന്ധനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ കാർബൺ ഇപ്പോൾ ഒരു വാലൻസി സാറ്റിസ്ഫൈഡ് ആയി. ഇനി ബാക്കി എത്ര വേണം അതിന് ചുറ്റും? ബാക്കി 3 എണ്ണം. 2 3. ആ ഉള്ളതിന് ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കാർബൺ 2 വാലൻസി ആയി. ഇനി 2 എണ്ണം കൂടെ മതി. ആ 2 ഇതിൽ ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക. ഇതിലും 2 എണ്ണം മതി ഹൈഡ്രജൻ. അവസാനത്തെ കാർബണിൽ ഒരു വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ. ബാക്കി 3 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ ഹൈഡ്രജൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 2 അപ്പോൾ നോക്കൂ, ഇതാണ് നമ്മുടെ ഹൈഡ്രോകാർബണിൻ്റെ ഘടന വരുന്നത്. ഓക്കെ, കണ്ടൻസ്ഡ് ഫോർമുല CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. അതാണ് നമ്മുടെ കണ്ടൻസ്ഡ് ഫോർമുല. തന്മാത്ര സൂത്രം കെമിക്കൽ ഫോർമുല എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. അപ്പോൾ C4 എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 10 ഹൈഡ്രജൻ ആണ്. അപ്പോൾ തന്മാത്ര സൂത്രം മോളിക്കുലർ ഫോർമുല C4H10 എന്ന് വരും. സാധാരണ താപനിലയുള്ള ഭൗതിക അവസ്ഥ വാതകമാണ്, ഗ്യാസിലാണ് കാണപ്പെടുന്നത്. അടുത്ത നമ്മൾ 5 കാർബൺ വരുന്ന ഹൈഡ്രോകാർബണിൻ്റെ ഘടനയാണ്. അപ്പോൾ ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 കാർബണിനെ ഇങ്ങനെ വരയ്ക്കുക. അവരുടെ ഇടയ്ക്ക് എല്ലാം ഏകബന്ധനമാണ്, സിംഗിൾ ബോണ്ടാണ് ഇടേണ്ടത്. പിന്നെ ഒരു കാർബൺ 4 വാലൻസിയാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. സംയോജകത 4 കാർബണിൻ്റെ. അപ്പോൾ നോക്കുക, ഒരു കാർബൺ 4 സംയോജിച്ചത് വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ബാക്കി ഇതിൽ ഹൈഡ്രജനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ വരും, ഇവിടെ ഹൈഡ്രജൻ വരും, 4 5 6 7 8 9 10 11 12. അപ്പോൾ ഈ ഹൈഡ്രോകാർബണിലെ 5 കാർബണും 12 ഹൈഡ്രജനും. തന്മാത്ര സൂത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും C5H12 എന്ന് ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല വരും. അപ്പോൾ ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല, ഇത് ചുരുക്കി എഴുതുന്ന കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ വരും? CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 നാലാമത്തെ കാർബണിലും 2 ഹൈഡ്രജനാണ് ഉള്ളത്. അപ്പോൾ CH2 സിംഗിൾ ബോണ്ട്. അവസാനത്തെ കാർബണിൽ 3 ഹൈഡ്രജനുള്ളത്. അപ്പോൾ CH3. ഇതാണ് ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത്. ചുരുക്കി എഴുതുക. നമ്മളിത് കുറച്ചുകൂടെ ഹൈഡ്രജനെ അറ്റാച്ച് ചെയ്തേക്കുന്നത് കാണിക്കുന്നു. അവരെ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതി ചുരുക്കി എഴുതുന്ന രീതിയാണ് കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന കാർബണിൻ്റെ എണ്ണം ആദ്യം എഴുതുക. 5 കാർബണാണ്. അപ്പോൾ 5 കാർബൺ എഴുതുക. അപ്പോൾ ഒരു കാർബൺ 4 വാലൻസി, അതിന് ചുറ്റും 4 വാലൻസി അല്ലെങ്കിൽ 4 സംയോജകത അത് സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ചുറ്റും അങ്ങനെ ഹൈഡ്രജനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കാർബണുമായിട്ട് ഒരു സിംഗിൾ ബോണ്ട്, ഒരു ഏകബന്ധനത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ ബാക്കി ഇനി 3 എണ്ണമുള്ളൂ. ആ 3 എണ്ണത്തിൽ ഹൈഡ്രജൻ വരും. ഈ രണ്ടാമത്തെ കാർബൺ നോക്കുമ്പോൾ അത് 2 സിംഗിൾ ബോണ്ട് അതിന്
ചുറ്റിനും വന്നിട്ടുണ്ട്. ഇനി രണ്ട് വാലൻസികൾ സാറ്റിസ്ഫൈ ചെയ്തു. ആ രണ്ടിലുമായിട്ട് 2 ഹൈഡ്രജൻ വന്നു. അങ്ങനെ ബാക്കി കാർബണിലും സെയിം ഇതുപോലെ തന്നെ നോക്കി ചെയ്യുക. എന്നിട്ട് കാർബൺ എഴുതുക. അതിൻ്റെ ചുറ്റും എത്ര ഹൈഡ്രജൻ ഉണ്ട് ആ എണ്ണമാണ് H3. ഈ കാർബൺ നോക്കി അതിന് ചുറ്റും 2 ഹൈഡ്രജൻ അതിന് ചുറ്റും. അങ്ങനെ കണ്ടൻസ്ഡ് ഫോമിൽ എഴുതുക. ഇനി മൊത്തത്തിൽ എത്ര കാർബൺ ഉണ്ട്, മൊത്തത്തിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്, അതാണ് തന്മാത്ര സൂത്രം മോളിക്കുലർ ഫോമിലായിട്ട് എഴുതുക. ഇവിടെ ഫിസിക്കൽ സ്റ്റേറ്റ് ഭൗതിക അവസ്ഥ സാധാരണ നിലയിൽ ദ്രാവക രീതിയിലാണ്, ലിക്വിഡ് ഫോമിലാണ് കാണപ്പെടുന്നത്. പിന്നെ 6 കാർബൺ വരുന്ന ഹൈഡ്രോ കാർബണിൻ്റെ ഘടനയാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ 6 കാർബൺ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് അവർക്ക് വാലൻസി ഇട്ട് കൊടുത്തു. ഇനി ഓരോ കാർബണിന് ഹൈഡ്രജനെ ഇട്ട് കൊടുക്കുക. ആദ്യത്തെ അവസാനത്തെ കാർബണ് 3 ഹൈഡ്രജൻ വെച്ച് വരും. ബാക്കി നടുക്കുള്ളതിനെല്ലാം 2 ഹൈഡ്രജൻ. 6 കാർബണും 6 കാർബണും ഹൈഡ്രജൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ഹൈഡ്രജനും വരും. ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല CH3 CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3 എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഏകബന്ധനമാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ തന്മാത്ര സൂത്രം മോളിക്കുലർ ഫോർമുല എങ്ങനെ വരും? കാർബൺ 6 ആണ്, അപ്പോൾ C6. ഹൈഡ്രജനോ 14 ആണ്, അപ്പോൾ H14. C6 H14 ആണ് ഇവിടുത്തെ തന്മാത്ര സൂത്രം മോളിക്കുലർ ഫോർമുല വരുന്നത്. H14. അപ്പോൾ ഇതെല്ലാം ഒരു ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണിൻ്റെ രീതിയിലായിരിക്കുന്നത് അല്ലേ? എല്ലാം എന്താണ്, ഒരു ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള രീതിയിലാണ് ഇവർ പോകുന്നത് അല്ലേ? അപ്പോൾ ആ കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഏകബന്ധനവുമാണ് കാണപ്പെടുന്നത്. സിംഗിൾ ബോണ്ടാണ് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ. എവിടെ നോക്കിയാലും കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട്സ് ഏകബന്ധനമാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺസ് ചെയിൻ ആയിട്ട് ഇങ്ങനെ ഇനി എത്ര ഹൈഡ്രജൻ വരുന്നു അതിനനുസരിച്ച് ഇങ്ങനെ ചെയിൻ ആയിട്ട് പോകുന്ന രീതിയിലാണ്. അത് ഓപ്പൺ ആയിട്ട് എങ്ങും പോയി ക്ലോസ് ആവുന്നൊന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ഇതൊരു ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺസ് ആണ്. അതുപോലെ തന്നെ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനമാണുള്ളത്, സിംഗിൾ ബോണ്ട്സ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവരെ ആൽക്കെയിൻസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ആൽക്കെയിൻസ്. ആൽക്കെയിനുകളിൽ ഓരോ കാർബൺ ആറ്റത്തിൻ്റെയും എല്ലാ സംയോജിതയും എല്ലാ വാലൻസിയും ഏകബന്ധനം വഴി പൂർത്തീകരിച്ചതിനാൽ ഇവയെ പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നോക്കൂ, ഈ കാർബൺ നോക്കിയാൽ ഇതിന് ചുറ്റുമുള്ളത് ഏകബന്ധനം വഴിയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് അല്ലേ? കാർബൺ ഹൈഡ്രജനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എല്ലാം ഏകബന്ധനം സിംഗിൾ ബോൺസ് വഴിയാണ് അവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്നും വിളിക്കുന്നു. ഇൻ ആൽക്കെയിൻസ് സിൻസ് ഓൾ ദി 4 വാലൻസീസ് ഓഫ് ഈച്ച് കാർബൺ ആറ്റം ആർ സാറ്റിസ്ഫൈഡ് ബൈ സിംഗിൾ ബോൺസ് ഏകബന്ധനം വഴി ദേ ആർ ഓൾസോ നോൺ ആസ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്നിവരെ വിളിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇവരെ ഘടന എഴുതുന്നത്, സ്ട്രക്ചർ എഴുതുന്നത് കണ്ടൻസർ ഫോമില മോളിക്കുലർ ഫോമിൽ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ആദ്യത്തെ അവസാനത്തെ കാർബണിന് ഹൈഡ്രജൻ്റെ എണ്ണം 3 ആയിരിക്കും. നടുക്ക് വരുന്ന എല്ലാ കാർബണിനും ഹൈഡ്രജൻ്റെ എണ്ണം 2 ആയിരിക്കും. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ 3 കാർബൺ വരുന്ന സ്ട്രക്ചർ നോക്കൂ, ഘടന നോക്കൂ. ഹൈഡ്രജൻ്റെ എണ്ണം ഇവിടെ എന്തായിരിക്കും? 3 എണ്ണം ആയിരിക്കും. അതുപോലെ തന്നെ നടുക്കത്തെ കാർബണിന് ഹൈഡ്രജൻ്റെ എണ്ണം 2 ആയിരിക്കും. അങ്ങനെ ശ്രദ്ധിച്ച് എഴുതിയാൽ മതി. എണ്ണം കാർബണിൻ്റെ ശ്രദ്ധിച്ചോണം, ഹൈഡ്രജൻ്റെയും ശ്രദ്ധിച്ചോണം. വാലൻസി അതുപോലെ 4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, സംയോജിത 4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. ഇനി കണ്ടൻസ്ഡ് ഫോമിൽ എഴുതുന്നതോ സിക്ക് ആദ്യത്തെ കാർബണും അവസാനത്തെ കാർബണും H3 ആണ്, CH3. നടുക്ക് വരുന്നതിനെല്ലാം H2 ആണ്. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഈ സിംഗിൾ ബോണ്ട് ഇടാൻ മറക്കരുത്. കാർബൺ ആറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് ഏകബന്ധനമാണ്, സിംഗിൾ ബോണ്ടാണ്. അത് കണ്ടൻസർ ഫോമിൽ എഴുതുമ്പോഴും ഘടന സ്ട്രക്ചർ എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് വേണം അത് ഇടാൻ മറക്കരുത്. പിന്നെ മോളിക്കുലർ ഫോമിൽ എല്ലാവരുടെ എണ്ണം അങ്ങോട്ട് കറക്റ്റായിട്ട് എഴുതും. കാർബൺ എത്ര എണ്ണം ഉണ്ട്? 3 ആണ്, അപ്പോൾ C3. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്, അപ്പോൾ C3H8 എന്ന് കിട്ടും. ഓരോ കാർബൺ ആറ്റമുള്ള ആൽക്കെയിനിൽ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 4. 2 കാർബൺ ആറ്റമുള്ള ആൽക്കെയിനിലെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 6. 3ഉം 4ഉം വരുമ്പോൾ അവിടുത്തെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 8ഉം 10ഉം ആണ്. കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ ഇരട്ടിയോടൊപ്പം ഏത് സംഖ്യ കൂടിയപ്പോഴാണ് ഇവയിൽ ഓരോന്നിലെയും ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം ലഭിച്ചത്? CH4 നോക്കുക. CH4ൽ കാർബണിന്റെ എണ്ണം 1 ആണ്. അപ്പോൾ അതിന്റെ ഇരട്ടി എന്ന് പറയുന്നത് 2 ആണ്. അതിൽ ഹൈഡ്രജന്റെ എണ്ണം കിട്ടണമെങ്കിൽ ഏത് സംഖ്യ കൂട്ടണം? 2 കൂട്ടണം അല്ലേ? അപ്പോൾ +2 = 4. ഹൈഡ്രജൻ്റെ എണ്ണം 4 ആണ്. ഇനി അടുത്തത് C6H14 നോക്കാം. ഇവിടെ കാർബണിൻ്റെ എണ്ണം 6 ആണ്. 6ന്റെ ഇരട്ടി എന്ന് പറയുന്നത് ഡബിൾ എന്ന് പറയുന്നത് 12 ആണ്. 12 + 2 ചെയ്തുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ്റെ എണ്ണം 14 എന്ന് കിട്ടും. അപ്പോൾ എത്ര കൂട്ടിയപ്പോഴാണ് ഹൈഡ്രജൻ്റെ എണ്ണം കിട്ടിയത്? 2 കൂട്ടിയപ്പോഴും. ഇനി ഒരു ആൽക്കനിൽ n കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? നോക്കാം. ഹൈഡ്രജൻ്റെ C2H6 എടുക്കാം. ഹൈഡ്രജൻ്റെ എണ്ണം C2H6 എടുക്കാം. കാർബണിൻ്റെ എണ്ണം 2 ആണ്. അപ്പോൾ 2n ചെയ്യുമ്പോഴത്തേക്ക് 6 × C2H6 എടുക്കാം. അപ്പോൾ 2n ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്താൽ 4 ഹൈഡ്രജൻ്റെ എണ്ണം എത്തുള്ളൂ. രണ്ടാമത്തതായിട്ട് 2n + 2ൽ എന്നിൻ്റെ എണ്ണം 2 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് 2 × 2 4 എന്ന് വരും, +2. അങ്ങനെ
എണ്ണം ഹൈഡ്രജൻ്റെ 6 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഏതാണ് ഇട്ട് കൊടുക്കേണ്ടത്? 2n+2 ഇക്വേഷൻ ആണ് അവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു ആൽക്കനി n കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടാവും? 2n+2. അപ്പോൾ എങ്ങനെ വരും? ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല പൊതുവാക്യം CnH2n+2. അപ്പോൾ ആൽക്കൈൻ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. അതിൻ്റെ പൊതുവാക്യം ജനറൽ ഫോർമുല CnH2n+2 എന്നാണ്. അപ്പോൾ ഇട്ട് കൊടുക്കാം. നമുക്ക് 3 കാർബൺ വരുന്നതിൻ്റെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരും? C3 ഹൈഡ്രജൻ്റെ എണ്ണം H 2 × 3 6 + 2 8 C3H8. അപ്പോൾ ജനറൽ ഫോർമുല CnH2n+2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഘടന വരയ്ക്കുന്നതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.